മഴയെന്ന് പറഞ്ഞാൽ എന്നും ഒരു വല്ലാത്തൊരു അനുഭൂതിയല്ലേ. ശരിക്കും നല്ല മഴ പെയ്യുമ്പോൾ ആ മഴ നനഞ്ഞ് ആ മഴയുടെ തണുപ്പും ആ വെള്ളത്തിൽ കളിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ അത് എന്താ പറയുക, അത് ഏത് വലിയ പാർക്കിൽ പോയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത മഴയിൽ കളിച്ചാലും ഷവറിൽ കളിച്ചാലും ഒന്നും ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. ശരിക്കും നമ്മൾ എന്തിനാ പിള്ളേരെ മഴയത്തിറക്കാൻ പേടിക്കുന്നത്? മഴ പെയ്താൽ പനി പിടിക്കും. ഈ പറയുന്ന നമ്മൾ ഇന്ന് പിള്ളേരോട് മഴയത്ത് ഇറങ്ങരുതെന്ന് പറയുന്നത് നമ്മൾ ഒരു കാലത്ത് ഇതുപോലെ തന്നെ ഈ മഴയത്ത് കളിച്ച് നടന്നവരല്ലേ. എന്നിട്ട് നമുക്ക് പനി പിടിച്ചിട്ട് നമുക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾക്ക് ഒരിക്കലും നമ്മൾ തടസ്സം നിൽക്കില്ല. അവർ മഴയത്ത് കളിക്കട്ടെ, അവർ പ്രകൃതിയെ അറിയട്ടെ, അവരെ ചെളിയിലും മണ്ണിലും ഓടിക്കളിക്കട്ടെ, അതിനെന്താ കുഴപ്പം? അവരങ്ങനെ കളിച്ച് വളരട്ടെന്നേ. നമ്മൾ അവരുടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, അപകടങ്ങളൊന്നും ഉണ്ടാവാതെ. പിള്ളേരെന്നും മണ്ണിനോടും പ്രകൃതിയോടും ഇണങ്ങി ചേർന്ന് തന്നെ വളരണം. എന്നാൽ മാത്രമേ അവർക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകത്തുള്ളൂ. കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും തടസ്സം നിൽക്കല്ലേ. അവർ കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും വളർന്നു വരട്ടെന്നേ. നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിക്കും അവിടെ ആ സന്തോഷം കണ്ടില്ലേ, ആ മഴയത്ത് തുള്ളിച്ചാടുന്ന. ശരിക്കും അവൾ കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. കാര്യം ഞാനൊരു അമ്മ എന്ന നിലയിൽ ഞാൻ എന്തൊക്കെയോ അവൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. നീ പേടിക്കണ്ട, നീ സേഫാണ് എന്ന് കാണിക്കാൻ അവിടെ അച്ഛ അവളെ പോലെ തന്നെ മഴയെ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല, പ്രകൃതിയെ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു കരുതൽ മാത്രം ഉണ്ടായാൽ മതി. അവരുടെ കുഞ്ഞു പ്രായത്തിൽ അവരിതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ആസ്വദിക്കട്ടെന്നേ. ഈ തലമുറയ്ക്ക് നഷ്ടപ്പെടുന്നത് ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല മൂല്യങ്ങളുമാണ്. ഇനി വരുന്ന തലമുറയെങ്കിലും നന്നായി വളരട്ടെ, നന്നായി ജീവിക്കട്ടെ. എല്ലാം മാറുമെന്നുള്ള നല്ല പ്രതീക്ഷയിൽ നമുക്കിനിയും കാണാം.